നമസ്കാരം. തെരഞ്ഞെടുപ്പെടുക്കുമ്പോൾ മോദിയുടെയും അമിത്ഷായുടെയും തട്ടകമായ ഗുജറാത്തിൽ ബി.ജെ.പിക്ക് തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ബി.ജെ.പിയുടെ ലോക്സഭാ സ്ഥാനാർത്ഥികൾ തങ്ങളുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് പാർട്ടിയുമായി അകലുന്നു. ഗുജറാത്തിലെ വഡോദരയിലെ സബർബന്ദിലെയും ലോക്സഭാ സ്ഥാനാർത്ഥികളാണ് തങ്ങളുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് പാർട്ടിയുമായി അകലുന്നത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഗുജറാത്ത് ബി.ജെ.പിയിൽ വലിയ പൊട്ടിത്തെറികളും പ്രതിഷേധങ്ങളുമാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഗുജറാത്തിൽ പ്രമുഖനായ ഒരു എം.എൽ.എ തൻ്റെ അഭിമാനത്തേക്കാൾ വലുതല്ല തൻ്റെ എം.എൽ.എ സ്ഥാനം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് എം.എൽ.എ സ്ഥാനം രാജിവെച്ചിരുന്നു. ഇതിൻ്റെ തുടർച്ചയെന്നോണം ഇന്ന് രണ്ട് ബി.ജെ.പിയുടെ പ്രമുഖരായ സ്ഥാനാർത്ഥികളും മത്സരത്തിൽ നിന്ന് പിൻവാങ്ങിയതോടുകൂടി വലിയ പ്രതിസന്ധിയിലേക്കാണ് ഗുജറാത്ത് ബി.ജെ.പി പോയിക്കൊണ്ടിരിക്കുന്നത്. മറുവശത്ത് കോൺഗ്രസ് ആകട്ടെ തിരിച്ചുവരവാൻ ഒരുങ്ങുകയാണ്. ഗുജറാത്തിലെ കോൺഗ്രസിൻ്റെ പ്രധാന ജനകീയ മുഖങ്ങളെ അണിനിരത്തിക്കൊണ്ട് വലിയ പോരാട്ടത്തിനൊരുങ്ങുകയാണ് ഗുജറാത്തിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടി ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യം. ഇതിനോടകം തന്നെ ഗുജറാത്തിൽ ഭൂരിപക്ഷം സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഗുജറാത്തിൽ കോൺഗ്രസിൻ്റെ ജനകീയ മുഖമായ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആനന്ദ് പട്ടേൽ എന്ന എം.എൽ.എയും അമിത് ചവാഡ എന്ന പ്രതിപക്ഷ നേതാവും ജെബിൻ താക്കൂർ എന്ന വനിതാ നേതാവും ഉൾപ്പെടുന്ന വലിയ നിര തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനായി കളത്തിലിറങ്ങിയിരിക്കുന്ന പ്രമുഖ നേതാക്കളുടെ ജനങ്ങളുമായുള്ള അടിത്തട്ടിലുള്ള ആത്മബന്ധവും അവരുമായി ഇടപഴകുന്ന ആ ശൈലിയും വരും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ നിന്നും വലിയ രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ട് പരമാവധി സീറ്റുകൾ പിടിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യം കേന്ദ്രത്തിൽ അധികാരത്തിലേറാൻ വലിയൊരു കടിഞ്ഞാൺ ഗുജറാത്തിൽ നിന്നും ലഭിക്കുമെന്നാണ് കോൺഗ്രസും ദേശീയ നേതൃത്വവും വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളാണ് ഇന്ന് കോൺഗ്രസിൻ്റെയും ആം ആദ്മി പാർട്ടിയുടെയും നേതൃത്വത്തിൽ ഗുജറാത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗ്രാമങ്ങൾ നഗരവ്യത്യാസമില്ലാതെ വീടുകൾ കയറിയിറങ്ങിയുള്ള പ്രചാരണമാണ് ഇരു പാർട്ടികളും ഗുജറാത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുടെ ലഘുലേഖകൾ വീടുകളിലും കയറിയിറങ്ങിക്കൊണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടും തെരഞ്ഞെടുപ്പ് പ്രചാരണം താഴെ തട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഗുജറാത്തിൽ കോൺഗ്രസ്.